താമരപ്പൂ മാലയിട്ട് പൊട്ടു തൊട്ടു സൂര്യപുത്രി പേര് പോലീസിന്റെ ലിസ്റ്റിൽ വേണ്ട. മറ്റെല്ലാ പേരുകളും മായ്ച്ച് ഞാൻ എൻ്റെ മനസ്സിൽ ആ പേര് കുറിച്ചു കഴിഞ്ഞു. എന്തിന്? വേണം, എനിക്കവനെ വേണം. എൻ്റെ പിതൃത്വം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി അവനെ എനിക്ക് വേണം. എന്താ മോളെ നീ പറയുന്നേ? ഒന്നുമില്ല. തൽക്കാലം മാഷ് എനിക്കൊരു ഉപകാരം ചെയ്യണം. ആരോടും ഒന്നും പറയരുത്. ഞാൻ അദ്ദേഹത്തിന്റെ മകളാണെന്ന് ആരും അറിയരുത്, വീട്ടിൽ പോലും. മോള് പറഞ്ഞത് ശരിയാ. ആരും ഒന്നും അറിയണ്ട. മുകുന്ദേട്ടൻ്റെ മകളാണ് നീയെന്നറിഞ്ഞാൽ പിന്നെ വില്യൻ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. എല്ലാം ഇതോടെ അവസാനിക്കണം. നമ്മുടെ പിന്നാലെ വരാൻ അവൻ ഇനി അവസരം കൊടുക്കാതിരിക്കുന്നതാ ബുദ്ധി. സംശയിക്കണ്ടങ്ങളെ, അത് ചെയ്തത് ഞാൻ തന്നെയാണ്. ഞാൻ എന്താ ഇവനെ വച്ച അയാളെ തട്ടിത്തെറിപ്പിച്ചത്. എന്നാലും ഇങ്ങനെ എടുത്തിയാടി ചെയ്യേണ്ടിയിരുന്നില്ല വില്യം. എടുത്തു ചാടിയതാണോ? എത്ര നാൾ സഹിച്ചു? ഒടുവിൽ അയാളുടെ എല്ലാ മൂവ്മെൻറ്റ്സും നമുക്കെതിരായി തന്നെയാണെന്ന് അറിഞ്ഞപ്പോൾ ശത്രുപക്ഷത്ത് ഒരു സൂത്രധാരനായിട്ട് അയാളിനി വേണ്ടെന്ന് തോന്നി. എന്താ അങ്കിൾ, പ്രശ്നമാണോ? ആണെങ്കിൽ തന്നെ അങ്കിൾ വിചാരിച്ചാൽ അത് ഒഴിവാക്കാവുന്നല്ലേ? ഏയ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മരണമൊഴി എടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതാ നമുക്ക് രക്ഷയായത്.
അച്ഛാ? കഴിഞ്ഞു. ഒരധ്യായം അവസാനിച്ചു. എല്ലാ വിഷമങ്ങളും ഒന്ന് ഇറക്കി വയ്ക്കാൻ, എല്ലാ സന്തോഷവും ഒന്ന് പങ്കുവയ്ക്കാൻ ഇനി ആരുമില്ലാതായി. എനിക്കൂടി വരായിരുന്നു. സ്വന്തം മോളെ പോലെ സ്നേഹിച്ചതാ എന്നെയും. ഒടുവിൽ കത്തിയെറിയുന്നതിന് മുമ്പ് ഒരു നോക്ക് കാണാൻ പോലും. എന്താ മോളെ, ഈ അവസ്ഥയിൽ മോള് വന്നാൽ ശരിയാവില്ലെന്നറിയില്ലേ? മോൾ ഈശ്വരനോട് നന്നായി പ്രാർത്ഥിക്കേ, ആ ആത്മാവിന് ശാന്തി കൊടുക്കണേന്ന്. തന്ന സ്നേഹത്തിന് ഇനിയിപ്പോ അതല്ലേ നമുക്ക് പകരം കൊടുക്കാനുള്ളൂ. എന്തായാലും മനസ്സ് ശാന്തമാക്കി തന്നെ മരിച്ചത്. ബാക്കിയായ കടങ്ങളും കണക്കുകളും തീർക്കാൻ അലയേണ്ടി വരില്ല ആത്മാവിന്. അങ്ങനെ തീർക്കാൻ മാത്രം കണക്കുകളും കടങ്ങളും ആരോടായിരുന്നു അച്ഛാ ജീവിച്ചിരുന്നപ്പോ മൂന്നമ്മാമയ്ക്ക് ഉണ്ടായിരുന്നത്? അതൊന്നും ഇല്ലാതിരിക്കാനല്ലേ വിവാഹം പോലും വേണ്ടാന്ന് വെച്ച് തനിയെ ജീവിച്ചിരുന്നത്. അങ്ങനെയൊക്കെ ജീവിക്കാനായിരുന്നു നിയോഗം. ഈശ്വരൻ തീരുമാനിക്കുന്നതല്ലേ നടക്കൂ. അതേ നടന്നിട്ടുള്ളൂ. എന്തായാലും അറിഞ്ഞുകൊണ്ട് ആരോടും ഒരു തെറ്റും ചെയ്യാതെ ആരെയും വേദനിപ്പിക്കാതെ ജീവിച്ചു ഇത്രയും കാലം. ബന്ധുക്കളോ സ്വന്തക്കാരോ ആയി ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ട രീതിയിൽ തന്നെ ചടങ്ങുകളൊക്കെ ചെയ്ത് ദഹിപ്പിക്കാമായിരുന്നു, അല്ലേ അച്ഛ? അതിന് ആരാ മുകുന്ദമാമയ്ക്കുള്ളത്? ആരെങ്കിലും വേണ്ടേ? മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ജീവിച്ചിട്ട് ഒടുവില് ആരും ഇല്ലാത്ത ഒരാളായിട്ട് മരിക്കാനായിരുന്നു വിധി. അല്ല, ആരുമില്ലാത്ത ഒരാളായിട്ടല്ല മരിച്ചത്. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ബന്ധുക്കളോ സ്വന്തക്കാരോ ആയി ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യേണ്ട രീതിയിൽ തന്നെ ചടങ്ങുകളൊക്കെ ചെയ്ത് ദഹിപ്പിക്കാമായിരുന്നു, അല്ലേ അച്ഛ? അതിന് ആരാ മുകുന്ദമാമയ്ക്കുള്ളത്? ആരെങ്കിലും വേണ്ടേ? മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ജീവിച്ചിട്ട് ഒടുവില് ആരും ഇല്ലാത്ത ഒരാളായിട്ട് മരിക്കാനായിരുന്നു വിധി. അല്ല, ആരുമില്ലാത്ത ഒരാളായിട്ടല്ല മരിച്ചത്. നമ്മളെല്ലാരും ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹം ഒരുപാട് സ്നേഹിച്ച മാഷും. മുകുന്ദേട്ടന് അത്ര വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും ഗ്രീഷ്മകൾക്ക് നല്ല സങ്കടമുണ്ട്. ശ്മശാനത്തിൽ വെച്ച് ഞാനത് ശ്രദ്ധിച്ചതാ. അല്ല, അതിപ്പോ ഇവിടെ വന്നപ്പോ മുകുന്ദേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. അറിയാവുന്ന ഒരാൾ മരിച്ചു എന്നറിഞ്ഞാ ആർക്കാ സങ്കടം ഇല്ലാത്തത്? ഇനി കർമ്മങ്ങളൊക്കെ നടത്തണ്ടേ മാഷേ? നടത്തണം. അല്ല, അതൊക്കെ നടത്താൻ ആരാ ഇപ്പോ? നമ്മളൊക്കെ ഇല്ലേ, നടത്താം. മോളെ, അച്ഛന് കുളിക്കാൻ ഇത്തിരി വെള്ളം ചൂടാക്കണം. ശരി അച്ഛ. ചെല്ലേ. മോളെ, എന്താ മോളെ ഇത്? എന്തിനാ കരയുന്നേ? ഒരുപാട് ഞാൻ ആഗ്രഹിച്ചതാ മാഷ് എന്നെ ഒന്ന് മോളേന്ന് വിളിക്കുന്ന കേൾക്കാൻ. പക്ഷെ ഇപ്പോ മോളേന്ന് വിളിക്കേണ്ട ആള്. കരയാതെ, കഴിഞ്ഞത് കഴിഞ്ഞു എന്നോർക്കുക. അതാണ് വിധി എന്നോർത്ത് സമാധാനിക്കുക. അല്ലാതെ പറ്റണില്ല മാഷേ. ദേവ് പറഞ്ഞ പോലെ ഒരു അനാഥനെ പോലെയല്ലേ അച്ഛൻ മരിച്ചത്. ഞാനും അമ്മയും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടും എന്റെ അച്ഛന്. വേണ്ട മോളെ,
അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. മരിക്കുന്നതിന് മുമ്പേ അച്ഛൻ എല്ലാം മനസ്സിലാക്കിയില്ലേ? താൻ ജന്മം കൊടുത്ത തൻ്റെ മോളുണ്ടെന്ന്, ജീവന് തുല്യം സ്നേഹിച്ച മോളുടെ അമ്മയുണ്ടെന്ന്. അതുവരെ തോന്നിയിരുന്ന അനാഥത്വമൊക്കെ അതോടെ മാറിക്കാണില്ലേ മോളെ? പിന്നെന്താ? പക്ഷേ അങ്ങനെ ഒരു സന്തോഷത്തില് ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എൻ്റെ അച്ഛന്. പരസ്പരം ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ലല്ലോ എൻ്റെ അച്ഛനും അമ്മയ്ക്കും. ഒരിക്കലെങ്കിലും മോളെ എന്നുള്ള വിളി കേൾക്കാൻ എനിക്കും കഴിഞ്ഞില്ലല്ലോ മാഷെ. മരിക്കുന്നതിന് മുമ്പ് ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രമായിരുന്നെങ്കിൽ വേണ്ടിയിരുന്നില്ല മാഷെ, കാണേണ്ടിയിരുന്നില്ല. അങ്ങനെ ഒരാള് ജീവിച്ചിരിപ്പില്ലെന്ന് കരുതി സമാധാനിച്ച മതിയായിരുന്നു. അങ്ങനെ കരുതണ്ട. ഇവിടെ എത്തുമ്പോ മോൾ എന്തായിരുന്നു വിചാരിച്ചിരുന്നത്? അങ്ങനെ തന്നെ ഇനിയും കരുതിയാ മതി. മോളുടെ അച്ഛൻ ഞാനാ. മുകുന്ദേട്ടന്റെ മകള് എന്റെ മകളാ. മോൾ അങ്ങനെ കാണാവൂ. മുകുന്ദേട്ടന് ഞാൻ വാക്ക് കൊടുത്തില്ലേ നിന്നെ എന്റെ മകളായി കാത്തോളാവെന്ന്. ഇനി മുതൽ കല്യാണിയുടെയും ദേവുവിന്റെ സ്ഥാനം തന്നെയാ മോക്കിവിടെയും. വാശിയോടെ ചോദിക്കാനും പിടിച്ചു വാങ്ങാനും ഞാൻ ശ്രമിച്ച അവകാശങ്ങളൊക്കെ ഇപ്പൊ എനിക്ക് ദാനമായിട്ട് തരിക അല്ലേ മാഷെ? ഇത്രയും നാളും വേദനിപ്പിച്ചതിനും മനസ്സറിയാത്ത കാര്യത്തിന് അപമാനിച്ചതിനും എനിക്ക് മാപ്പ് തരണം. എന്താ ഇത്? എന്തായാലും അജ്ഞാതൻ എന്നൊരു മാർഗതടസ്സം നമുക്ക് മുമ്പിൽ ഇനി ഉണ്ടാവില്ല. അത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടെങ്കിൽ വേണം. വൈകിട്ട് കരുണനെയും ചെറായും കൂടി വിളിച്ച് ആഘോഷിക്കാം. ശരിക്കും പറഞ്ഞാൽ സമാധാനമില്ലായിരുന്നുവെങ്കിൽ ഞാൻ സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ ഞാൻ അറിയാത്തൊരു സാന്നിധ്യം അയാളുണ്ടായിരുന്നു, എൻ്റെ ഓരോ ചലനവും വീക്ഷിച്ചുകൊണ്ട്. ഇനി എനിക്ക് ധൈര്യമായി. മോന് മാത്രമല്ല, അച്ചായനും എന്നും ഒരു തലവേദനയായിരുന്നു ആ അജ്ഞാതൻ. എന്തിനായിരുന്നു അയാൾ നമ്മളെ ഉപദ്രവിച്ചെന്ന് മനസ്സിലാകുന്നില്ല. അച്ചായനോട് അയാൾക്ക് പക തോന്നാൻ എന്തെങ്കിലും കാരണം ഉണ്ടെന്നും തോന്നുന്നില്ല. ഇനി കാര്യവും കാരണവും ഒക്കെ അന്വേഷിച്ചിട്ട് എന്തിനാങ്കിൽ ആ ചാപ്റ്റർ ക്ലോസ് ആയില്ലേ? ഒരു ചാപ്റ്റർ ക്ലോസ് ആകുമ്പോൾ അടുത്തത് തുറക്കുന്ന ലക്ഷണമാണ് വില്യം. എന്താങ്കിൽ സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. മോന് മാത്രമല്ല, അച്ചായനും എന്നും ഒരു തലവേദനയായിരുന്നു ആ അജ്ഞാതൻ. എന്തിനായിരുന്നു അയാൾ നമ്മളെ ഉപദ്രവിച്ചെന്ന് മനസ്സിലാകുന്നില്ല. അച്ചായനോട് അയാൾക്ക് പക തോന്നാൻ എന്തെങ്കിലും കാരണം ഉണ്ടെന്നും തോന്നുന്നില്ല. ഇനി കാര്യവും കാരണവും ഒക്കെ അന്വേഷിച്ചിട്ട് എന്തിനാങ്കിൽ ആ ചാപ്റ്റർ ക്ലോസ് ആയില്ലേ? ഒരു ചാപ്റ്റർ ക്ലോസ് ആകുമ്പോൾ അടുത്തത് തുറക്കുന്ന ലക്ഷണമാണ് വില്യം. എന്താങ്കിൽ റിമാൻഡിന്റെ കാലാവധി നീട്ടിയില്ലെങ്കിൽ മിക്കവാറും അടുത്ത ആഴ്ച കിച്ചുവിനെ കോടതിയിൽ ഹാജരാക്കും. പക്ഷേ എന്താങ്കിൽ കോടതിക്ക് ആവശ്യം വ്യക്തമായ തെളിവുകളല്ലേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ അച്ചായനെ കൊന്നിട്ടില്ല എന്ന് കിച്ചുവിന് ഒരുപക്ഷെ തെളിയിക്കാൻ കഴിഞ്ഞേക്കും. എന്നുവെച്ചാൽ കിച്ചുവാണ് കൊന്നതെന്ന് തെളിയിക്കാൻ ഇപ്പോഴും പോലീസിന്റെ കയ്യിൽ വ്യക്തമായ യാതൊരു തെളിവുകളുമില്ല. ആകെ ഉള്ളത് അന്നേ ദിവസം കിച്ചുവിനെ അവിടെ കണ്ടു എന്ന് പറയുന്ന ആ ബ്രോക്കറുടെ ഒരു സാക്ഷിമൊഴി മാത്രമാണ്. സാക്ഷി അയാളായതുകൊണ്ട് കോടതി അത് വിശ്വസിക്കാനുള്ള സാധ്യതയും കുറവാണ്. അതെന്താ? ഇതിനു മുമ്പും പല കേസിലും കള്ളസാക്ഷി പറഞ്ഞിട്ടുള്ള ആളാണ് അയാൾ. അങ്ങനെ ഒരാളെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അങ്കിൾ പറയുന്നത്? കിച്ചുവിനെ കോടതിയിൽ ഹാജരാക്കും മുമ്പ് അതിനാവശ്യമായ വ്യക്തമായ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. വിശ്വത്തിന്റെ അന്വേഷണം മതിയായില്ല എന്ന അർത്ഥത്തിലല്ല, പക്ഷേ മതിയായ തെളിവുകൾ ഇനിയും നമുക്ക് കിട്ടിയിട്ടില്ല. വിശ്വ അങ്കിളിനോട് അങ്കിൾ ഇതിനെപ്പറ്റി സംസാരിച്ചില്ലേ? സൂചിപ്പിച്ചിരുന്നു. കിച്ചുവിൽ നിന്ന് തന്നെ എല്ലാം തെളിയിച്ചെടുക്കാമെന്ന വിശ്വാസത്തിലാണ് അയാളിപ്പോഴും. അങ്കിളിനെ ഞാനിപ്പോൾ ഒന്ന് വിളിച്ചാലോ? കാര്യങ്ങൾ എവിടെ വരെ ആയി എന്നൊന്ന് അറിയാലോ. വിളിച്ചു നോക്ക്. വിശ്വം ഹിയർ. അങ്കിൾ, ഞാനാണ് വില്യം. ആ, എന്താ വില്യം, പറയൂ. കിച്ചുവിൻ്റെ കാര്യം എന്തായി അങ്കിൾ? എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ
ഇനിയും അത് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ വ്യക്തമായ തെളിവുകളൊന്നും കിട്ടാതെ അവനെ കോടതിയിൽ ഹാജരാക്കിയിട്ട് കാര്യമില്ലല്ലോ. റിമാൻഡിന്റെ കാലാവധി തീരാൻ ഇനി അധിക ദിവസമില്ല. എനിക്ക് ഉറപ്പുണ്ട് വില്യം, അവനെ കോടതിയിൽ ഹാജരാക്കും മുമ്പ് വ്യക്തമായ തെളിവുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന്. എങ്ങനെ? ഞാൻ മറ്റൊരു വഴി കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കല്യാണിയെ ഒന്നുകൂടി കിട്ടണം. അവളെ ഒരിക്കൽ ചോദ്യം ചെയ്തല്ലെങ്കിൽ അവൾ അന്നൊന്നും പറഞ്ഞില്ലല്ലോ. സാഹചര്യ തെളിവ് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് സംശയിക്കാൻ ഈ രണ്ടുപേരേ ഉള്ളൂ, കിച്ചുവും കല്യാണിയും. കല്യാണിയെ തട്ടിക്കൊണ്ടുപോകുന്ന അന്ന് രാത്രി അതേ സ്ഥലത്ത് വെച്ച് അച്ചായൻ കൊല്ലപ്പെടുന്നു. കല്യാണിക്ക് അച്ചായനോടുള്ള വൈരാഗ്യം, കല്യാണിയുടെ കുടുംബവുമായി കിച്ചുവിനുണ്ടായിരുന്ന ബന്ധം, സംഭവ സ്ഥലത്ത് വെച്ച് കിച്ചുവിനെ കണ്ടു എന്ന ബ്രോക്കറുടെ മൊഴി, എല്ലാം വളരെ കണക്റ്റഡ് അല്ലേ വില്യം? അതുകൊണ്ട് ഈ ഒരു ഫൗണ്ടേഷനിൽ നിന്ന് ഒരു ശ്രമം കൂടി. രണ്ടുപേരും അകത്ത് കിടക്കുമ്പോൾ അതിൽ ഒരാളുടെയെങ്കിലും നാവൊന്ന് അനങ്ങും. അതിന് വേണ്ടുന്ന സമയം മാത്രമേ ഇനി എനിക്ക് ആവശ്യമുള്ളൂ. എങ്കിൽ അങ്കിൾ തീരുമാനിച്ച പോലെ കാര്യങ്ങൾ നീങ്ങട്ടെ. ഓ യെസ്, ഞാൻ വിളിക്കാം. ശരിയെങ്കിൽ എന്താ വിശ്വം പറഞ്ഞത്? ഒരു ശ്രമം കൂടി ആ കല്യാണിയെ വെച്ച്. എല്ലാം റെഡി. ഇനിയിപ്പോ അച്ഛന്റെ ബാഗ് കൂടി ഒന്ന് ഒരുക്കി കഴിഞ്ഞാ ഓക്കെ. അച്ഛന്റെ ബാഗൊക്കെ ഒരുക്കി കഴിഞ്ഞു. നമുക്കെന്താ 2-3 ജോഡി ഡ്രസ്സല്ലേ ഉള്ളൂ, അത് അമ്മ എടുത്തു വയ്ക്കുകയും ചെയ്തു. അതെന്തിനാ? ഞാൻ ചെയ്യില്ലായിരുന്നോ? പണ്ടൊക്കെ ഞാനല്ലേ അച്ഛൻ യാത്ര പോകുമ്പോ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിരുന്നത്. ഓ, പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോ. ഞാനത് ഓർത്തില്ല. എന്താ മോളെ ഇത്? എന്താ ഈ പറയുന്നേ? ദേ വേണമെങ്കിൽ അച്ഛൻ ആ ബാഗ് ഇങ്ങോട്ട് എടുത്തോണ്ട് ഒന്ന് ഇവിടെ കുടഞ്ഞിടാ. മോള് തന്നെ എല്ലാം മടക്കി എടുത്തു വെക്കേ. വേണ്ട. പിന്നെന്താ? ഈ ബുക്സ് ഇവിടെ വെക്കാൻ സ്ഥലമുണ്ടോ? മുന്തമ്മാമ വാങ്ങി തന്ന ബുക്സാ. അന്ന് കോച്ചിങ്ങിന് പോയി തുടങ്ങിയപ്പോ അച്ഛൻ ഓർക്കുന്നില്ലേ? ഓ, മുകുന്ദേട്ടന്റെ എല്ലാ അനുഗ്രഹവും എന്റെ മോളോടൊപ്പം ഉണ്ടാവും. പാവം ഇന്നിവിടെ ഉണ്ടാവേണ്ടിയിരുന്നതാ. ദേ താൻ എന്റെ ബാഗ് അടുക്കി വെച്ചു എന്ന് പറഞ്ഞ് പരിഭവിച്ചിരിക്കുക ഒരാള്. അയ്യോ, ഞാൻ ഓർക്കാതെ. ഓർക്കില്ല അല്ലേലും. വേണ്ട, ഇനിയ സബ്ജക്റ്റ് വേണ്ട. പിന്നെ കഴിഞ്ഞ തവണ ഡൽഹി പോയപ്പോ അമ്മ തന്ന സ്വെറ്ററും ബ്ലാങ്കറ്റും ഇനി ആവശ്യം വരിക. മിസോറി എന്ന് പറഞ്ഞാലേ നല്ല തണുപ്പുള്ള സ്ഥലമാ. ഇനിയിപ്പോ ബാഗിലൊന്നും സ്ഥലമില്ല. അവിടെ ചെന്നിട്ട് പുതിയൊരെണ്ണം വാങ്ങിയാ മതി. മാഷിന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടാ. എന്താ എനിക്ക് പകരം താൻ പോവോ? എന്താ ശാരദേ? ഈയിടെയായി അലച്ചിലായിരുന്നു, അതാ എനിക്ക് പേടി. പിന്നെ അങ്ങോട്ട് മാത്രമല്ലേ ഇവള് കൂടെ ഉള്ളൂ. പിന്നെ തനിച്ചു വരണ്ടേ ഇത്രയും ദൂരം? എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനും മോളും കൂടി അവിടെ തന്നെ അങ്ങ് താമസിക്കാം. എന്നിട്ട് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് പോരാം. എന്താ പോരെ? അല്ല പിന്നെ വെറുതെ അമ്മ ചുണ്ടി പിടിപ്പിക്കാതെ അച്ഛാ. ശരിക്കും പറഞ്ഞ അച്ഛനെ തനിയെ ഇങ്ങോട്ട് തിരികെ വിടാൻ എനിക്കുണ്ട് പേടി. ആ, ഗ്രീഷ്മ മോള് പണ്ട് പറഞ്ഞതുപോലെ യഥാ മാതാ തഥാ പുത്രി. അല്ല, അവളെവിടെ? അതിനെന്തോ പറ്റിയിട്ടുണ്ട് മാഷേ. പഴയ ഊർജ്ജ ഉത്സാഹം ഒക്കെ അങ്ങ് കുറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചു. വർത്താനം പറയുന്ന പോലും കുറവാ. മുകുന്ദമ്മാമ മരിച്ചേ പിന്നെയാ ഗ്രീഷ്മ ഇങ്ങനെ ആയത്. അതെന്താന്നാ മനസ്സിലാവാത്തെ?